സദസ്സിലുമുള്ള പ്രിയപ്പെട്ട സഖാക്കളെ, സുഹൃത്തുക്കളെ, 1970 SFI രൂപീകരിച്ചതിന് ശേഷം SFIയുടെ ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ വിദ്യാഭ്യാസ രംഗത്തെ തെറ്റായ പ്രവണതകൾക്കെതിരെ അതിശക്തമായ പോരാട്ടം നടത്തിക്കൊണ്ടാണ് കേരളത്തിലെയും ഇന്ത്യയിലെയും ഏറ്റവും വലിയ വിദ്യാർത്ഥി പ്രസ്ഥാനമായി SFI മാറിയിട്ടുള്ളത്. കേരളത്തിൽ ഇന്ന് എല്ലാ സർവകലാശാല യൂണിയനുകളും ഭരിക്കുന്നത്, നേതൃത്വം കൊടുക്കുന്നത് SFI ആണ്. വിദ്യാഭ്യാസ രംഗത്തൊരു ശരിയായ നിലപാട് എടുക്കുകയും മതേതരത്വത്തെ ഉയർത്തിപ്പിടിക്കുകയും എല്ലാവർക്കും ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം ലഭിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് SFI നടത്തിയിട്ടുള്ള നിരവധി പോരാട്ടങ്ങൾ ഉണ്ട്. വിദ്യാഭ്യാസ രംഗത്തെ കാവ്യവൽക്കരണത്തിനെതിരെ, വിദ്യാഭ്യാസ രംഗത്തെ പൂർണ്ണമായി സ്വകാര്യവൽക്കരിക്കുന്നതിനെതിരെയൊക്കെ നടത്തിയിട്ടുള്ള പ്രവർത്തനം ഈ SFIയെ ഇന്ന് ഇന്ത്യയിൽ തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു മഹാപ്രസ്ഥാനമായി മാറ്റിയിട്ടുണ്ട്. കേരളീയ സമൂഹം എല്ലാ കാലത്തും ഗൗരവമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന മേഖലയാണ് സ്കൂൾ വിദ്യാഭ്യാസ രംഗം. കേരള സംസ്ഥാനം രൂപീകരിക്കുന്നതിന് മുൻപുള്ള കേരള ചരിത്രം പരിശോധിച്ചാലും ഇക്കാര്യങ്ങൾ നമുക്ക് കാണുന്നതിന് വേണ്ടി കഴിയും. സംസ്ഥാന രൂപീകരണത്തിന് മുമ്പ് തുടങ്ങിയ ഏതൊരു സ്കൂളിൻ്റെയും തുടക്കത്തെക്കുറിച്ചുള്ള അന്വേഷണങ്ങൾ ചെന്ന് നിൽക്കുക അസമത്വങ്ങളും അനാചാരങ്ങൾക്കുമെതിരായി ആ നാട്ടിൽ നടന്ന കൂട്ടായ്മയും അവരുടെ പ്രവൃത്തികളും ആയിരിക്കും. നാട്ടിൽ നടന്ന മോചന പോരാട്ടങ്ങളുടെ രൂപത്തിലും ഭാവത്തിലും അവയുടെ കാരണങ്ങളിലും വൈവിധ്യം നമുക്ക് കാണുന്നതിന് വേണ്ടി കഴിയും. എന്നാൽ ഇത്തരം കൂട്ടായ്മകളുടെ നീക്കിബാക്കിയായി കാണുന്നത് പൊതു ഇടങ്ങളാണ് എന്നതാണ് അതിൽ പ്രധാനം. നവോത്ഥാന പ്രസ്ഥാനങ്ങളും വിവിധ ജാതി മതവിഭാഗങ്ങളുടെ പ്രവർത്തനങ്ങളും മിഷണറിമാരുടെ പ്രവർത്തനങ്ങളും വിദ്യാഭ്യാസ വ്യാപനത്തിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ തുടർച്ചയായി ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ സാമൂഹിക ഇടപെടൽ വിദ്യാഭ്യാസ വ്യാപനത്തെ ത്വരിതപ്പെടുത്തിയിട്ടുണ്ട്. സഖാവ് EMSന്റെ നേതൃത്വത്തിൽ വന്ന ഒന്നാം കേരള മന്ത്രിസഭ ഭൂപരിഷ്കരണവും വിദ്യാഭ്യാസവും ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ടയായിരുന്നു. അന്ന് തൊട്ട് ഇന്ന് വരെയുള്ള ഇടതുപക്ഷ സർക്കാരുകളാണ് പൊതുവിദ്യാഭ്യാസത്തെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പ്രവർത്തനം നടത്തിയതെന്ന് ചരിത്രം വിലയിരുത്തിയാൽ നമുക്ക് മനസ്സിലാവാൻ കഴിയും. അതിൻ്റെ ഒരു ചെറിയ ഉദാഹരണമാണ് ഞാനൊന്ന് പറയാം. 2016 തെരഞ്ഞെടുപ്പിന് മുമ്പ് പൊതുവിദ്യാലയങ്ങളുടെ മോശം അവസ്ഥ വലിയ ചർച്ചാ വിഷയമായിരുന്നു. നമ്മുടെ പൊതുവിദ്യാലയങ്ങളിൽ ചിലത് പൂട്ടുകയും ചിലത് പൂട്ടലിന്റെ വക്കലിൽ എത്തി നിൽക്കുകയായിരുന്നു. ഈ ദുരവസ്ഥ കണ്ടാണ് 2016 തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രകടന പത്രികയിൽ പൊതുവിദ്യാലയങ്ങളെ സംരക്ഷിക്കുമെന്ന് ഉറപ്പ് നൽകിയത്. ആ ഉറപ്പ് ജനങ്ങൾ വിശ്വസിച്ചു. അതടക്കമുള്ള പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ നടപ്പാക്കുമെന്ന് ജനങ്ങൾ ഉറച്ചു വിശ്വസിച്ചു. അങ്ങനെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഭൂരിപക്ഷം കിട്ടി. സഖാ പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന സർക്കാർ നിലവിൽ വന്നു. നവകേരള നിർമ്മിതിക്കായി സർക്കാർ പ്രധാനപ്പെട്ട 4 മിഷനുകൾ കൊണ്ടുവന്നു. അതിൽ സുപ്രധാന മിഷനായിരുന്നു പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം. പൊതുവിദ്യാലയങ്ങളെ സംരക്ഷിക്കുവാൻ ഫണ്ടെവിടെ എന്ന് ചോദിച്ചവർക്കും നഷ്ടത്തിലോടുന്ന സ്ഥാപനങ്ങളെ പൊതുവിദ്യാലയങ്ങളെ എന്ന് ചോദിച്ചവർക്കും ഉള്ള മറുപടിയായിരുന്നു പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം. കിഫി, പ്ലാൻ ഫണ്ട്, മറ്റ് ഫണ്ടുകൾ എന്നിവ ഉപയോഗിച്ചു പൊതുവിദ്യാലയങ്ങളുടെ അടിസ്ഥാന സൗകര്യ വികസനം നടത്തുവാൻ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന് കഴിഞ്ഞു. രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ഇതിന്റെ തുടർച്ചയായി വിദ്യാകരണം പദ്ധതി നടപ്പിലാക്കി. 3000 കോടി രൂപയാണ് കുറഞ്ഞ കാലം കൊണ്ട് പൊതുവിദ്യാഭ്യാസ മേഖലയുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി ചെലവഴിച്ചിട്ടുള്ളത്. ഇത് ചരിത്രത്തിൽ ആദ്യമായി ആകും. സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യ മേഖലയിൽ നാം ഏറെ മുന്നേറിക്കഴിഞ്ഞു. രാജ്യത്ത് തന്നെ ഏറ്റവും മികച്ച സ്കൂൾ കെട്ടിടങ്ങളും ക്ലാസുകളും ലാബും ലൈബ്രറിയും നമ്മുടെ സംസ്ഥാനത്താണ്. നമ്മുടെ ഇനിയുള്ള ലക്ഷ്യം അക്കാദമികമായിട്ടുള്ള കൂടുതൽ മുന്നേറ്റമാണ്. ഒരു ദശാബ്ദക്കാലത്തിന് ശേഷം പാഠ്യപദ്ധതി പരിഷ്കരണം നിലവിൽ വരാൻ പോവുകയാണ്.
അതിനുള്ള പ്രവർത്തനങ്ങൾ അതിവേഗം നടക്കുകയാണ്. ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ചുവട് പിടിച്ച് സിലബസിൽ ചില പ്രത്യേക മാറ്റങ്ങൾ വരുത്താനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നത്. എന്നാൽ ആ മാറ്റത്തിൽ കേരളത്തിന് യോജിപ്പുള്ള നിരവധി മേഖലകൾ ഉണ്ട്. ആ മേഖലകളാണ് പ്രിയപ്പെട്ട അധ്യക്ഷനും അതുപോലെ തന്നെ സ്വാഗതം പറഞ്ഞുകൊണ്ട് SFIയുടെ ജില്ലാ സെക്രട്ടറിയും പ്രസിഡന്റും ഇവിടെ സൂചിപ്പിക്കപ്പെട്ടത്. അക്കാര്യം പ്രധാനമന്ത്രിയും ഈ വിഷയം ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയും നമ്മൾ അറിയിച്ചിട്ടുണ്ട്. NCERT പാഠപുസ്തകങ്ങളിൽ നിന്ന് ഏതാനും അധ്യായങ്ങളും ഭാഗങ്ങളും ഒഴിവാക്കാനുള്ള തീരുമാനത്തിൽ ഒരു സംസ്ഥാനമെന്ന നിലയിൽ കേരളത്തിന്റെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന നിലപാട് ആണ് കേരളത്തിന് ഉള്ളത്. 12ാം ക്ലാസ്സിലെ പൊളിറ്റിക്കൽ സയൻസ് പാഠപുസ്തകത്തിൽ നിന്ന് ഗാന്ധിവധവും തുറന്ന് RSSന്റെ നിരോധനവും ഒഴിവാക്കപ്പെട്ടിരിക്കുകയാണ്. അതേ ക്ലാസ്സിലെ ചരിത്ര പാഠപുസ്തകത്തിൽ നിന്ന് മുഗൾ സാമ്രാജ്യത്വം പിഴുതെറിയപ്പെട്ടത് കുട്ടികൾക്ക് അറിയാനുള്ള അവകാശത്തിന്മേലുള്ള കടന്നുകയറ്റമാണ്. മുഗൾ സാമ്രാജ്യത്വം ഒഴികെയുള്ള ഇന്ത്യയുടെ മധ്യകാല ചരിത്രത്തെക്കുറിച്ചുള്ള പഠനം അപൂർണമാണെന്ന് വ്യക്തമാണ്. 10ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ നിന്ന് ചാൾസ് ഡാർവിന്റെ പരിണാമ സിദ്ധാന്തം ഒഴിവാക്കിയതിനെതിരെ ശാസ്ത്രജ്ഞന്മാരും അധ്യാപകരും ഉൾപ്പെടെയുള്ള അക്കാദമിക് വിദഗ്ധർ രംഗത്തെത്തിയിരിക്കുകയാണ്. അപൂർണവും സ്വാർത്ഥ താല്പര്യമുള്ളതുമായ അറിവുകൾ കുട്ടികൾക്ക് നൽകരുത്. പകരം ശാസ്ത്രീയവും സത്യസന്ധവുമായ അറിവുകൾ നൽകണം. സങ്കുചിത രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് അനുസൃതമായി പാഠപുസ്തകങ്ങൾ തിരുത്തുന്നത് കുട്ടികളുടെ ഭാവിയെ ദോഷകരമായി ബാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. നിരന്തരം പോരാടുന്ന ഒരു വിദ്യാർത്ഥി സംഘടന എന്ന നിലയിൽ SFI വലിയ പോരാട്ടങ്ങൾ ഇനിയും നടത്തേണ്ടതായിട്ടുണ്ട്. പാഠ്യപദ്ധതി പരിഷ്കരണത്തിലെ അപാകതകൾ ചൂണ്ടിക്കാട്ടി കേന്ദ്ര നയത്തിനെതിരായ SFIയുടെ ക്യാമ്പയിൻ ഇതിനകം തന്നെ ശ്രദ്ധിക്കപ്പെട്ടു കഴിഞ്ഞു. ശാസ്ത്രീയവും യുക്തിസഹവും നീതിയിലും ഗുണതയിലും അധിഷ്ഠിതമായ വിദ്യാഭ്യാസം എല്ലാവർക്കും എന്ന ലക്ഷ്യം മുൻനിർത്തി SFI നടത്തുന്ന പ്രവർത്തനങ്ങൾ അഭിനന്ദന അർഹമാണ്. തീർച്ചയായിട്ടും നിങ്ങളിവിടെ നിന്ന് തുടങ്ങി വയ്ക്കുന്ന ഈ സമരം രാജ്യത്താകെയുള്ള വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്ന വിദ്യാർത്ഥി സംഘടനകളും വിദ്യാഭ്യാസ പണ്ഡിതന്മാരും ഇത് ഏറ്റെടുക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഗാന്ധിജിയുടെ കൊലപാതകം ഒഴിവാക്കപ്പെട്ടിരിക്കുകയാണ്. അതുപോലെ RSSന്റെ നിരോധനം ഒഴിവാക്കപ്പെട്ടിരിക്കുകയാണ്. വർഗീയ സംഘടനകളുടെ പ്രവർത്തനം ഒഴിവാക്കപ്പെട്ടിരിക്കുകയാണ്. ഗുജറാത്ത് കലാപം അത് ഒഴിവാക്കപ്പെട്ടിരിക്കുകയാണ്. മുഗൾ രാജവംശത്തിന്റെ ചരിത്രം അത് 200-ലധികം വർഷം ഇന്ത്യ ഭരിച്ചവരാണ് അവർ. അക്ബറിനെ പോലുള്ള മഹാന്മാരായ രാജാക്കന്മാർ ഈ കൂട്ടത്തിൽ ഉണ്ട്. അതും ഒഴിവാക്കപ്പെട്ടിരിക്കുകയാണ്. സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം ഭൂരിപക്ഷ സമയം രാജ്യം ഭരിച്ചത് കോൺഗ്രസ്സാണ്. എങ്കിലും ആ ഏകകക്ഷി ഭരണം അത് ഒഴിവാക്കപ്പെട്ടിരിക്കുകയാണ്. വ്യവസായ വിപ്ലവം അത് ഒഴിവാക്കപ്പെട്ടിരിക്കുന്നു. പഞ്ചവത്സര പദ്ധതികൾ അത് ഒഴിവാക്കപ്പെട്ടിരിക്കുകയാണ്. പരിണാമ സിദ്ധാന്തം അത് ഒഴിവാക്കപ്പെട്ടിരിക്കുകയാണ്. ഈ നിലയിൽ ഉള്ള ഒഴിവാക്കലാണ് കേന്ദ്ര ഗവൺമെന്റ് നടത്തിയിരിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം NCERT ആയിട്ട് ഒരു എഗ്രിമെന്റ് ഉണ്ട്. ആ എഗ്രിമെന്റ് എന്ന് പറയുന്നത് 11-12 ക്ലാസ്സുകളിൽ ഉള്ള 44 പുസ്തകങ്ങൾ സംസ്ഥാനം അവരിൽ നിന്നാണ് വാങ്ങുന്നത്. അവർ തയ്യാറാക്കുന്ന പുസ്തകമാണ്. അതിൽ ചരിത്രം, അതുപോലെ തന്നെ പൊളിറ്റിക്കൽ സയൻസ്, എക്കണോമിക്സ്, സോഷ്യോളജി എന്നീ പുസ്തകങ്ങളിലാണ് വ്യാപകമായ പാഠഭാഗങ്ങൾ ഒഴിവാക്കപ്പെട്ടിട്ടുള്ളത്. അപ്പൊ നാം തിരിച്ചറിയേണ്ടത് നമ്മളെല്ലാം ഇതിലൂടെ ഏറ്റവും കൂടുതൽ പ്രായമുള്ള ഞാനാണ് ഇവിടെ നിൽക്കുന്നത്. നിങ്ങളെല്ലാം വളരെ ചെറിയ പ്രായം ഉള്ളവരാണ്. അപ്പൊ ഇനി നിങ്ങളെക്കാൾ പ്രായമുള്ളവരും ഇനി ജനിക്കാൻ പോകുന്ന കുട്ടികളുമുണ്ട്. അവരെല്ലാം മഹാത്മാഗാന്ധി ആരാണെന്ന് അറിയാൻ വേണ്ടി പാടില്ല. RSSനെ എന്തിന് നിരോധിച്ചെന്ന് അറിയാൻ വേണ്ടി പാടില്ല. രാഷ്ട്രപിതാവിനെ കൊന്നത് ആരാണെന്ന് അറിയാൻ വേണ്ടി പാടില്ല. ഈ അത്തരത്തിൽ ഞാൻ നേരത്തെ ഇവിടെ സൂചിപ്പിച്ച കാര്യങ്ങൾ, ഗുജറാത്ത് കലാപം എങ്ങനെ എന്തിനുണ്ടായി അതറിയാൻ വേണ്ടി പാടില്ല. കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടി രാജ്യം ഭരിച്ചിരുന്നു എന്നുള്ള കാര്യം അറിയാൻ വേണ്ടി പാടില്ല. ഈ നിലയിലുള്ള ഒരു രീതിയാണ് അവർ എടുക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം കരിക്കുലം കമ്മിറ്റി ചേർന്നായിരുന്നു. നമ്മളിപ്പോൾ പാഠപുസ്തകം തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്ന അവസരമാണ്. 1 മുതൽ 10 വരെയുള്ള പാഠപുസ്തകങ്ങളാണ് തയ്യാറാക്കുന്നത്. ആ പാഠപുസ്തകം തയ്യാറാക്കുന്നത് ഒരു വർഷക്കാലത്തെ പ്രോസസ്സാണ്. അത് അക്കാഡമിഷ്യൻസ് എല്ലാം കൂടെ ചേർന്നുകൊണ്ടാണ് തയ്യാറാക്കുന്നത്. ഈ വർഷം നമ്മൾ ചെയ്തത് ചരിത്രത്തിൽ ആദ്യമായി പാഠപുസ്തകം എങ്ങനെയായിരിക്കണം എന്നതിനെ സംബന്ധിച്ചിടത്തോളം ഒരു ചർച്ച കേരളത്തിലെ സ്കൂൾ ക്യാമ്പസുകളിൽ നടത്തുന്നതിന് വേണ്ടി തയ്യാറായി.
സ്കൂൾ വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷകർത്താക്കളും അടക്കുന്ന 25 ലക്ഷത്തോളം വരുന്ന ആൾക്കാരാണ് എങ്ങനെയായിരിക്കണം ഒരു പാഠപുസ്തകം, അതിൽ ഏതെല്ലാം വിഷയത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ ഉണ്ടായിരിക്കണം എന്നുള്ള കാര്യത്തെ സംബന്ധിച്ചിടത്തോളം വളരെ സജീവമായ ചർച്ച നടക്കുകയുണ്ടായി. എല്ലാം ജനങ്ങളെ മുൻനിർത്തിക്കൊണ്ടും സമൂഹത്തെ മുൻനിർത്തിക്കൊണ്ടും ഭരണഘടനയെ മുൻനിർത്തിക്കൊണ്ടും പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ടും ഒക്കെയുള്ള വിഷയങ്ങൾ കുട്ടികളെ പഠിപ്പിക്കണമെന്നുള്ള നിലയിലുള്ള ചർച്ചകളാണ് സംസ്ഥാനത്താകെ തന്നെ വന്നിട്ടുള്ളത്. 2024 കുട്ടികൾക്ക് 1 മുതൽ 10 വരെയുള്ള ഏതാനും ക്ലാസ്സിലെ കുട്ടികൾക്ക് പുതിയ പാഠപുസ്തകം കൊടുക്കുന്നതിന് വേണ്ടി കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇത് നമ്മളുമായിട്ടുള്ളൊരു എഗ്രിമെന്റ് ഉണ്ടെന്ന് ഞാൻ സൂചിപ്പിച്ചു. കരിക്കുലം കമ്മിറ്റി തീരുമാനിച്ചത് ഈ ഒഴിവാക്കപ്പെട്ട പാഠപുസ്തകം മുഴുവൻ പഠിപ്പിക്കണം എന്നുള്ളതാണ്. അപ്പോൾ പാഠപുസ്തകത്തിന്റെ പിന്നെ ഒഴിവാക്കപ്പെട്ടുള്ള CD-യാണ് തരുന്നെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഒഴിവാക്കപ്പെട്ട പാഠഭാഗങ്ങൾ പുതിയ പാഠപുസ്തകം നിർമ്മിച്ച് എങ്ങനെ ഈ കുട്ടികളെ ഏതെല്ലാം രൂപത്തിൽ എത്ര പാഠപുസ്തകം നിർമ്മിക്കണം, ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം പിന്നെ വിദ്യാഭ്യാസ വകുപ്പ് ആലോചിച്ച് നടപ്പിലാക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ ആലോചിച്ചിരിക്കുന്നത്. ഇത് വളരെ ഗൗരവമായി എടുക്കേണ്ടത് SFI പോലുള്ള പ്രസ്ഥാനമാണ്. KICO അല്ലെങ്കിൽ KICO അതിനുള്ള ശേഷി ഇപ്പം ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇത് നമ്മുടെ രാജ്യത്തെ തന്നെ ഒരു കച്ചവടം നടത്തുകയാണ്. രാജ്യത്ത് നടന്ന കാര്യങ്ങൾ മുഴുവൻ മറച്ചു വയ്ക്കുകയാണ്. അങ്ങനെ ഈ രാജ്യത്തിന്റെ ചരിത്രവും സംസ്കാരവും ഒക്കെ തന്നെ മാറ്റിമറിക്കുന്നതിന് വേണ്ടിയുള്ള മതേതരത്വം മാറ്റിമറിക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ജില്ലാ സെക്രട്ടറിയും പ്രസിഡന്റും കുറെ കാര്യങ്ങളോട് സൂചിപ്പിച്ചു. തീർച്ചയായിട്ടും നിങ്ങൾ ഈ സംസ്ഥാനത്താകെ ക്യാമ്പസുകളിലും ജില്ലാ കേന്ദ്രങ്ങളിലും നടത്തുന്ന ഈ വായന, വെട്ടിമാറ്റപ്പെട്ട പാഠപുസ്തകങ്ങൾ പുനഃസ്ഥാപിക്കുക എന്നുള്ള ഈ വായന, അത് തീർച്ചയായും അത് വളരെ ഗൗരവമായി സമൂഹം കാണുന്നുണ്ടെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും കേരളത്തിൽ സന്ദർശിച്ച അതേ ദിവസം തന്നെ നമ്മുടെ കരിക്കുലം കമ്മിറ്റി ചേർന്ന് അന്നേ ദിവസം തന്നെ ഇതിനെ സംബന്ധിച്ചുള്ള പ്രതിഷേധം അറിയിക്കുന്നതിന് വേണ്ടി തയ്യാറായി. ഞാൻ മറ്റു കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. നിങ്ങളാണ് ഇവിടെ വായന നടത്തേണ്ടത്. വായിച്ച് ഈ കാര്യങ്ങൾ നാട്ടിൽ മുഴുവൻ ജനങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം നടത്തണമെന്നും നമുക്കൊരു മതേതര ജനാധിപത്യ ഭരണഘടനാ മൂല്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ടുള്ള പാഠപുസ്തകങ്ങളായിരിക്കണം നമുക്ക് നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കേണ്ടതെന്നുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് പൊതുവിദ്യാഭ്യാസ വകുപ്പ് എടുക്കുന്ന ഇത്തരത്തിലുള്ള തീരുമാനത്തിന് നിങ്ങളുടെ എല്ലാവിധ പിന്തുണയും അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ സമ്മേളനം ഞാൻ ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. സഹകളെ, ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിയോട് സൂചിപ്പിച്ചതുപോലെ ഈ പ്രതിഷേധ യോഗം എന്നത് ചരിത്രത്തിനകത്ത് അടയാളപ്പെടുത്തുന്ന ഒന്നാണ്. ഇന്ത്യയുടെ NCERT പാഠപുസ്തകത്തിനകത്ത് മുറിച്ചു മാറ്റപ്പെട്ട കാര്യം കേരളത്തിന്റെ കലാലയങ്ങൾക്കകത്തും വിദ്യാർത്ഥിയിടങ്ങൾക്കകത്തേക്കും SFI വായിക്കുകയാണ്. വരും കാലങ്ങളിൽ ഇന്ത്യയുടെ മതേതരത്വം ഉയർത്തിപ്പിടിക്കുന്ന ഏതൊരു മനുഷ്യനും ഇതൊരു ചരിത്രത്തിനകത്തുള്ള അടയാളപ്പെടുത്തലായി കാണുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഈ പരിപാടിയുടെ സംഘടിപ്പിക്കുന്ന സ്ഥലമെന്നത് അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ പോലും മൂടിക്കെട്ടിയ വായും വിലങ്ങണിയിച്ച കൈകളും ഈ നാടിനകത്തേക്ക് വർദ്ധിച്ചു വന്ന കാലഘട്ടത്തിൽ പോലും അടിയന്തരാവസ്ഥ അറബിക്കടൽ എന്ന് പറഞ്ഞുകൊണ്ട് SFI വലിയ നിലയിലുള്ള സമരം ഏറ്റെടുത്ത പ്രകടനം ഏറ്റെടുത്ത നഗരിയിൽ നിന്നുകൊണ്ടാണ് ഈ നിലയിലുള്ള സമരം കൂടി ഒരു ചരിത്രപരമായിട്ടുള്ള വേദിയാക്കി കൂടി SFI മാറ്റുന്നതെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ മുറിച്ചു മാറ്റപ്പെട്ട പാഠഭാഗങ്ങൾ നിങ്ങൾക്ക് മുൻപാകെ വായിക്കുവാനായി ടെക്നോസ് സബ് കമ്മിറ്റി തിരുവനന്തപുരം ജില്ലാ കൺവീനറും പാളയം ഏരിയ കമ്മിറ്റി അംഗം കൂടിയ സഹോദരൻ ലിനുവിനെ ക്ഷണിക്കുകയാണ്. Gujarat right. In February 2002, large scale of violence took place in the Gujarat. There was an incident took place in the station called Gandhara, Godhra. A bogie train that were returning from the Ayodhya was full of Kerala was set on a fire. 57 people died in that fire.
suspecting that the Muslims setting that fire in the bogie. Large scale violence that against Muslim began in the many part of Gujarat. Next day, the violence continued and nearly 1,100 people were killed in the Gujarat. Human Rights Commission criticized that the Gujarat government role in failing to control the prosecute of pretendation to the violation. The Election Commission of India ordered the assembly election to be postponed as in the case of anti-Sikh riot in 1984. The Mughal courts. The ruler of Mughal empire was themselves appointed by the divine of the ruler of large heterogeneous populations. All through the granted vision often circumstanced by the actual political circumstances, it remained the importance. One way the transmitting the vision was through the writing a dynasty of history. The Mughal commissioned in the court historians to write accounts recording to the events of empire time. In addition, their right collected was amount of the information that region subcontinented to help the rulers of their domain. Modern historians write English have a term to give that chronicles that they presented continuing chronological record of the events. The name Mughal derived from Mongol. To that today, your term evokes from the grandeur of empire. It was not in the name of ruler of dynasty that choose themselves. The production of chronicles. The chronicles commissioned by the Mughal emperor was an important source of studying that the empire its codes were that written in the order to project a vision of enlighten the kingdom to resist the rule of Mughals that are resistance to the destiny of fail. The Akbarnama and the Badishahnama. Among the important illustrated Mughal chronicles, the Akbarnama and Badishahnama were the most well-known, and each manuscript contained average 150 full double-page paintings of battle, sledge, hut, building construction, court scenes, etc. The Greek philosophers and Sufism, moreover, has forcefully retributed and Colchis impressed by Akbar, who found the delayed suit and advisory spokesperson his policies. One of the major objectives of emperor was to be free state from the control of religion orthodoxy. In the role of historian, Abdul Faiz both shaped the articulated the ideas associated in the region of Akbar, the capital cities. The heart of Mughal empire was in the capital city. Their court assembled that capital city. Mughal frequently shifted from the 16th and 17th century. Babur took over the more during Akbar and Agra fort constructed in the red sandstone carried from the region. In 1570s, he decided to build a new capital, Fatehpur Sirki. One of the recent prominent have been Sirki were located in the district of Ajmer where Dargah Saik. The origin of life. When we look at the star on this clear sky, we can see look at the stellar distance are measured from the earth. What we see today, an objective emitted light that started its journey from million years back and trillion of kilometers away to reaching our eyes. However, when we see the object in our immediate surrounding, when we see them instantaneously, hence it is present time. Therefore, when we see the star, we originated from this considered as unique, vast and relatively speaking itself amongst the most speaking. 20 billion years ago, the huge clusters of galaxy combines in the universe. The galaxy contains star, cloud, gas, dust, condensing size the indeed of speck. The Big Bang theory attempts to explain that it would origin the universe. It took a singular huge explosion unimaginably in the physical terms. The universe expanded, hence the temperature came down, the hydrogen, the helium and formed by same layer. The gas condensed and the gravitation formed the galaxy of present universe in the solar system of Milky Way galaxy. The earth supposed to have been formed 4.5 billion years back, that there were no atmosphere on earth. Water vapor, methane, carbon dioxide, ammonia were released from the molten mass of surface.
The UV rays that from the sun broke up the hydrogen and oxygen. The lighter H2 escaped and oxygen combined with ammonia and the methane of water formed CO2 and other. The ozone layer was formed as it is cooled. The water vapor fell as rain to fill the depression from the form of ocean. The life appropriate the 500 million years after the formation of Earth. Ayodhya dispute. The second development in the order of Faizabad District Court in February 1996. The court ordered that the Babari Masjid be unlocked so Hindus offer prayers and site which they are over the mosque well known as Babari Masjid at Ayodhya. The Babari Masjid, the Mughal emperors, Babur's general, some Hindu believe that it was built after the demolition of a temple of Lord Rama, which was believed to his birthplace. The dispute took from the court case and continued as many decades. In late 1940s, the mosque was locked up and the matters was the court. The events at Ayodhya was led to be a series of other development. The state government with the BJP ruling party and diminishing the center along with that state where BJP power were also put under the Uttar Pradesh at president's rule. A case against Chief Minister of Uttar Pradesh was registered in the Supreme Court of Contempt Court since that had given undertaking the central government appointment commission to investigate the circumstances. During this time, there also has been decade using the religion sentiment electoral purpose in India. Democratic polity has been based and promotes religion community to enjoy the freedom that they may be join as any party and that will not be led. The community-based political party, the democratic atmosphere of communal amenity have been faced many challenges since 1984 has read in the chapter 8 and happened in 1984 in the form of anti-Sikh riot. In February 2002 March, similar violences broke out against in the Muslims in Gujarat since the violation against the minority community and the violence between two communities is a threat to the democracy. സഹകളെ, നിലവിൽ NCERT പാഠപുസ്തകത്തിനകത്ത് ഒഴിവാക്കപ്പെട്ട ചരിത്രത്തിലെക്കാലവും ഓർത്തിരിക്കേണ്ട പ്രസക്തമേറിയ ഭാഗങ്ങളാണ് അതിന്റെ ആമുഖം എന്ന രൂപത്തിലാണ് നിങ്ങളുടെ മുൻപാകെ അവതരിപ്പിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഈ സദസ്സിന് മുൻപാകെ അവതരിപ്പിക്കാം. തീർച്ചയായിട്ടും വരും ദിവസങ്ങളിൽ അത് കേവലം ജില്ലാ പ്രതിഷേധത്തിനകത്തേക്ക് ഒതുങ്ങിപ്പോകാതെ ഏരിക്കകത്തും ക്യാമ്പസിനകത്തും ലോക്കൽ പ്രദേശത്തിനും വലിയ രൂപത്തിലുള്ള പ്രതിഷേധ പരിപാടികളാണ് ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഏറ്റെടുക്കേണ്ടത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടിക്കകത്തേക്ക് നന്ദി പറയുവാൻ SFIയുടെ കേരള സംസ്ഥാന കമ്മിറ്റി അംഗം സഖാവ് AL ഞെടുന്നതിന് ക്ഷണിക്കുകയാണ്.